ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളത് തൂത്തുക്കുടി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള രാജാജി പാർക്കിലാണ്. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടല്ലോ, എന്ത് കായാണെന്ന് അറിയാൻ പറ്റും. കുറെ കിളികളൊക്കെ വന്ന് കഴിക്കുന്നു. കിളികൾ കഴിക്കുന്നെങ്കിൽ മനുഷ്യനും കഴിക്കാം. താഴെ ഒരെണ്ണം പോലും കാണുന്നതുമില്ല. അപ്പോൾ ശരി, നമുക്കൊന്ന് മേളിൽ കയറി നോക്കിയാലോ, ആരെങ്കിലും കാണുമോ? അപ്പൊ കറങ്ങി നടന്നിട്ട് ആരും കാണുന്നില്ല, ആരും നോക്കുന്നുമില്ല. കയറി ഒന്ന് പറിച്ചാലോ. കുറെ പേരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒത്തിരി നാളായി മരം കയറിയിട്ട്. ആഹാ, മരത്തിലങ്ങോട്ട് കയറി. അയ്യോ, നല്ല പാടുണ്ട് കേട്ടോ, ചുമ്മാന്നുമല്ല. കയറി നോക്കാം നമുക്ക്. ഈ പഴത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഇത് കഴിച്ചാൽ ചാവോ അല്ലെ ജീവിച്ചിരിക്കുവോ എന്താണെന്ന് അറിയണം. നമ്മളെ ഒരു മലയാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. സാധാരണ എങ്ങനെയാണല്ലോ. പക്ഷേ ഈ പഴത്തിന് ടേസ്റ്റ് ചെയ്യാം. മരിക്കണേ അങ്ങോട്ട് മരിക്കണേ. ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഇതിന്റെ കളർ കണ്ടിട്ട് ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളർ, ഒരു പിങ്കും മഞ്ഞയും കളർ. കിളികളൊക്കെ ധാരാളം കഴിച്ചിട്ട് പോകുന്നു. എന്താണെന്നറിയാൻ പറ്റും. ഞാനിത് ചോദിച്ചപ്പോൾ ജെല്ലി ഫ്രൂട്ടാന്നൊക്കെ ഇവിടെ ഉള്ളവർ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങനെ പഴം നോക്കിയിട്ട് അതിനകത്ത് ഉറുമ്പൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു പഴം ഇങ്ങനെ നമ്മൾ ഇറുത്തെടുത്ത് അതിൻ്റെ തോല് കളഞ്ഞിട്ട് കഴിച്ചു നോക്കാം. തോലെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ സാധാരണ മുന്തിരിത്തോലിൻ്റെ ഒന്നുമില്ല. ഓക്കെ, സൂപ്പർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ ഇത് കുറച്ച് ജെല്ല് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. നമ്മൾ ജെല്ലുമുട്ടായൊക്കെ തിന്നുമ്പോഴത്തേക്ക് വായു വെച്ച് ചെന്നുമ്പോഴത്തേക്ക് ഒരു പശപ്പ് വായു ഫീൽ ചെയ്യില്ല. നല്ല ഹൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. കാക്കകളും കണ്ടോ, കിളികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പഴം എന്തായാലും എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. വായിലൊക്കെ ഒരു പശപ്പുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പഴം കാണുന്നത്. എന്തായാലും ശരി, ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ ജെല്ലി ഫ്രൂട്ടാണ്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒരു ജെല്ലിൻ്റെ ഒരു മയവും ഒരു മധുരവും, പുളിയില്ല, ഒരു മധുരമുണ്ട് കേട്ടോ. അങ്ങനെ തൂത്തുക്കുടിയിലെ ആ പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമോ എന്തോ, വായിലൊക്കെ ഒരു പശപശപ്പാട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് പറിച്ചേക്കാം, അമ്മമാർക്ക് കൂടെ കൊടുക്കാം. എന്തായാലും ഞാൻ മാത്രം തിന്നാൻ കൂടെ ഉള്ള കൂട്ടുകാർ കൂടെ കൊടുക്കാം. നല്ല രസമുണ്ട്. മരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴേ പേടിയുണ്ട് കേട്ടോ. പണ്ട് കൊച്ചുനാളെ മരത്തിൽ കയറിയതാ, ഇപ്പോഴാ ഒത്തിരി വർഷത്തിന് ശേഷം കയറുന്നത്. എന്തായാലും ഒരു ധൈര്യം, മനോബലം ഗൈസ്. അങ്ങനെ പഴവും കൊണ്ട് ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ വളരെ സാവധാനം ഇറങ്ങി നമുക്കിത് കൂട്ടുകാർക്ക് കൊടുക്കാം. പക്ഷെ ഗ്രിപ്പുണ്ട് കേട്ടോ, ഈ മരത്തിന് നല്ല കട്ടിയുണ്ട്. പക്ഷെ കൊമ്പൊന്നും ഒടിയുന്നില്ല. എന്നായാലും കൊള്ളാം. തൂത്തുക്കുടിയിൽ വന്നിട്ട് ഇങ്ങനൊരു പഴം നമ്മൾ കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തില്ലേ പിന്നെന്താ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഈ പഴം തരുന്നതാണ്. ഈ പഴത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ഇതാണ് ആ പഴം. ഓക്കെ, ഇതാണ് തൂത്തുക്കുടിയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ആ പഴം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. ആഹാ, കൊള്ളാം.